എന്തുകൊണ്ടാണ് നമുക്ക് ന്യായമായ സമയത്ത് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കാതെ സമയദൈർഘ്യം വരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം, എല്ലാ കാര്യവുമല്ല, ഒരു പ്രിൻസിപ്പൽ കാര്യം വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലെ 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ ഞാൻ നശിപ്പിച്ച് കളയും. അപ്പോൾ തേനും പാലും ഒഴുകുന്ന അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്കാണ്. തേനും പാലും ഒഴുകുന്ന നാട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു അനുഭവ തലത്തിൽ നോക്കിയാൽ അനുഗ്രഹത്തിൻ്റെ സ്ഥലം. ഈ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്ക് ഉള്ള യാത്രയിൽ നമ്മളുടെ കൂടെ വരേണ്ട ഒരു കാര്യം എന്താണ്? സാന്നിധ്യം എന്താണ്? ദൈവസാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടാകണം. ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടായാലും, ഇപ്പം നിങ്ങൾ പറയും എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ IELTS എഴുതി പാസ്സാകും, പിന്നെ എന്തിനാ ദൈവത്തിൻ്റെ കാര്യമെന്ന്. അതായത് എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം നിങ്ങൾ പാസ്സായി, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതേസമയം തന്നെ ദൈവാധീനം എന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. ഇപ്പം നമ്മൾക്ക് മെറിറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഗ്രേസ് വേണം. ഇപ്പം സക്കറിയ 4:6 നമ്മൾ വായിക്കുന്നതാണ്. എന്താണ്? സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അല്ലേ? എന്ന് പറഞ്ഞ സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അപ്പം നമുക്ക് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ തരം മെറിറ്റ് ഉണ്ടാവും. ഇപ്പം മെറിറ്റിന് എല്ലാം കൂടിയുള്ള ഒരു വാക്ക് എന്താണ്? ഫിസിക്കൽ ഫോഴ്സ് എന്നാണ് എൻ്റെ ഒറ്റ വാക്ക്. മെറിറ്റ്, ഫിസിക്കൽ ഫോഴ്സ്, ഭൗതികമായ സ്വാധീനം, ശക്തി. ഇപ്പോൾ ഭൗതികമായ സ്വാധീനവും ശക്തിയും ഉണ്ടായാലും ചില കാര്യങ്ങൾ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഭൗതികമായ സ്വാധീനമുണ്ട്. നിങ്ങളുടെ ആൻറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചി കാനഡയിലാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് അവർക്കിടെ റെസിഡൻഷ്യൽ വിസയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്ക് മാത്രം പോകാൻ പറ്റാത്ത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. അഥവാ ഇങ്ങനെ പോകാൻ പറ്റുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വല്ല രോഗമോ അല്ലെങ്കിൽ നിയമങ്ങൾ മാറുകയോ, ആ ജസ്റ്റ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നിയമങ്ങൾ മാറിപ്പോകും. രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറിപ്പോയ കാരണം എത്രയോ പേർക്കാണ് പോകാൻ പറ്റാതെ വന്നിരിക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്ക്. ഇതുപോലെ ഓരോ വിഷയങ്ങളുമുണ്ട്. അതായത് നമുക്ക് കോൺഫിഡൻസ് തരുന്നൊരു വിഷയങ്ങളാണ് എപ്പോഴും ബോംബിങ്ങിന് സാധ്യതയുള്ള വിഷയങ്ങൾ. എപ്പോഴും അതായത് ജീവിതത്തിലെ തകർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്കാണ് തകർച്ച എന്ന് പറയുന്നത്. നോക്കിയോ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, ആരെല്ലാം തകർന്നിട്ടുണ്ടോ അതെല്ലാം എവിടെയെല്ലാം കോൺഫിഡൻഷ്യൽ മേഖലയിലാണ്. അവർക്ക് ആത്മവിശ്വാസം പകരുന്ന മേഖലയിൽ ആത്മവിശ്വാസം മാത്രം പോരാ. ആത്മവിശ്വാസം ഒരു മെറിറ്റാണ്. ഇപ്പം നിങ്ങളുടെ സ്കോറ് നിങ്ങളുടെ മെറിറ്റാകും, യോഗ്യതയാവും. നിങ്ങളുടെ സ്കോറ് അത് ഒരു പവറാണ്, ശക്തിയാണ്. ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി, മാർക്കിൻ്റെ ശക്തി. നമ്മുടെ ഓരോ വിഷയത്തിനും ഇങ്ങനെ നമ്മളെ മെറിറ്റ് കുറേ
ഫിസിക്കൽ ഫോഴ്സ് ഉണ്ടാകും. ഈ ഫിസിക്കൽ ഫോഴ്സ് വഴി നമുക്ക് പോകാൻ പറ്റും. അതാണ് പറയുന്നത്, നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയണില്ലേ. 33:3 എന്താ പറയണത്? തേനും പാലും ഒഴുകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളാൻ പറയും. എന്താ കാര്യം? യു ഹാവ് എ മെറിറ്റ് ടു ഗോ. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, കല്യാണം നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, ആരോഗ്യമുണ്ട്, ജോലി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, നല്ല ആൾബലവും സ്വാധീനവും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ യു ഗോ എന്ന് പറയും. പക്ഷേ ഒരു പ്രശ്നം, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതായത് നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ആളുണ്ട്, അർത്ഥമുണ്ട്, എല്ലാമുണ്ട്. യു ഗോ ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ഈ 33 ഇന്ന് പോയി വീട്ടിൽ പോയി വായിക്കണം. പുറപ്പാട് എത്രയാണ്? 33:3. എന്താണ്? എല്ലാ കഴിവുകളുമുണ്ട്, ആളുണ്ട്. അതിനെല്ലാം ബൈബിൾ പറയണത് ശക്തി എന്നാണ് പറയണത്. ശക്തി, ഫിസിക്കൽ. പണം ഒരു ശക്തിയാണല്ലേ. പൊന്ന് ഒരു ശക്തിയാണ്, പറമ്പ് ഒരു ശക്തിയാണ്, പാർട്ടി ഒരു ശക്തിയാണ്, പള്ളി ഒരു ശക്തിയാണ്. ഇങ്ങനെ ലോകത്തുള്ള കുറേ സാമൂഹ്യ ശക്തികളുണ്ട്. സോഷ്യൽ ഫോഴ്സ്. ഈ സോഷ്യൽ ഫോഴ്സ് ഇൻക്ലൂഡിങ് അവർ മെറിറ്റ്, ഇത് വെച്ച് ഒരു കാര്യം മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറയും യു മൂവ് ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. യു മൂവ്, നീ മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയും. നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം പറയുന്ന ഒരു സംഭവമാണ് യു മൂവ്. നമുക്ക് ബുദ്ധിയുണ്ട്, വേലെടുക്കാൻ കഴിവുണ്ട്, പിന്നെ എന്നാത്തിനാ പ്രത്യേകിച്ച് അഡീഷണൽ പ്രാർത്ഥന എന്തിനാ? അപ്പോൾ യു മൂവ്, നിങ്ങൾ പോകുവിൻ, ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. വൈ? അപ്പോഴാണൊരു ചോദ്യം വരണത്. നിങ്ങൾക്ക് കഴിവെല്ലാം ഉണ്ട്, സോഷ്യൽ ഫോഴ്സിൻ്റെ എല്ലാ ആർട്ടറിയിലും ഉണ്ട്, നിങ്ങൾ അതിൻ്റെ സൈന്യ വ്യൂഹങ്ങളുണ്ട്. യു ഗോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാം, എന്താ കുഴപ്പം എന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഏറ്റവും ഒരു കൈക്കാരൻ, എൻ്റെ പള്ളിയിലെ കൈക്കാരനാണ്, തൈക്കാട്ടിച്ചിരി പള്ളിയിലെ കൈക്കാരൻ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു എമർജൻസി ആയിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം, ഞാൻ ഈയോടെ ഒരു കൊല്ലം ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അതെല്ലാം പള്ളി നോക്കി നടത്തണത്. ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനോടത്ത് യു കം, നിങ്ങൾ വരാൻ പറഞ്ഞു. വന്നപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു എൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാനവിടുത്തെ കല്യാണത്തിന് വിളിക്കാൻ വന്നായിരിക്കും. അതല്ല, അത് ദൈവഹിതമാണെന്ന് അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. അത് ദൈവഹിതമാണോ എന്ന് പറയണം. കാര്യം എന്താണ്? ഞാൻ ചോദിച്ചാൽ അച്ഛാ, ഒരുമാതിരിപ്പെട്ട നമ്മുടെ മനസ്സിനും നമുക്ക് മനുഷ്യന്മാർക്ക് ദൈവം ബുദ്ധിയും സ്വന്തമായിട്ട് കഴിവും അനുഭവജ്ഞാനവും ഒക്കെ കൊടുത്ത് തന്നിട്ടുണ്ടല്ലോ. അത് വെച്ച് നമുക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമല്ലോ. പിന്നെ എന്തിനാണ് അതിന് മാത്രം ദൈവഹിതം അറിയണത് എന്ന് എന്നോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഉടനെ ഞാൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ചോദിച്ചാണ്. കാര്യം മെസ്സേജ് എല്ലാവർക്കും നമ്മൾ എടുത്തു കൊടുക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ ഇവിടെ എല്ലാം ഓക്കെയാണ്, പക്ഷെ കർത്താവ് പച്ചക്കൊടി കാണിക്കുന്നുണ്ടോ എന്ന്. അത് കർത്താവിൻ്റെ വാക്കിന് ജീവിതം പോലെ തന്നെ വിലയുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വചനം എടുത്തു കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, കോമൺ സെൻസ് ഉണ്ടല്ലോ, നമുക്ക് സാമാന്യ ബോധമില്ലേ. അവർ നല്ല വിശ്വാസികളാണ്, നിങ്ങളും വിശ്വാസികളാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് അവരുടെ കുടുംബത്തിന് റേറ്റിംഗ് ഉണ്ട്. അവളുടെ വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾ മകനും വിദ്യാഭ്യാസമുണ്ട്. എല്ലാം നിങ്ങൾക്ക് എല്ലാം പ്ലസ് പോയിൻറ്റ്സാണ്. ദെൻ വൈ കാൻറ്റ് യു ആക്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ച്. അപ്പോൾ ഉടനെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അച്ഛാ 1.5 കോടിയാണ് സ്ത്രീധനം പറയണത്. എൻ്റെ മകൾക്ക് ഞാൻ 1 കോടി കൊടുത്തതാണ്, ദാറ്റ്സ് ഓക്കെ. അല്ല, അതുപോലെ തന്നെ മൂത്തവന് അതുപോലെ കിട്ടിയതാണ്. ഈ 1.5 കോടി പറയുമ്പോഴേ എനിക്ക് സമ്പത്തിനോട് അത്രയ്ക്ക് വലിയ ഒരു മോഹമൊന്നുമില്ല. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഈ സാമ്പത്തികമായ കൂടുതൽ വരുമ്പോൾ അറിയാതെ നമുക്കൊരു മോഹിച്ചിട്ട് ദൈവിക പദ്ധതികൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടോ
അച്ഛൻ പറ, ഞാൻ ഇത് ദൈവഹിതമല്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിക്കും. കാര്യം നമുക്ക് അത്രയും പൈസ കിട്ടേണ്ട കാര്യം ഇല്ല നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, അതെന്താ ശരിയാ പപ്പ എന്തിനാ ഇങ്ങനെ പറയണേ? അവർക്ക് എൻ്റെ ഷെയർ അല്ലേ അത്, മൂത്തവളുടെ ഷെയറാണ്, അതിൻ്റെ പകുതിയാണ് കുടുംബത്തിൽ മൂത്തവൾക്ക് കൊടുത്തതിൻ്റെ അത്രയും തന്നെയാണ് ഇളയവൾക്ക് കൊടുക്കണം, ഞാൻ ഇളയവളെ കെട്ടണത് എന്ന് മകൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ അല്ലടാ, കർത്താവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം ഞാനൊരു ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ മനുഷ്യർ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. കർത്താവാണ് സമ്പത്ത്, അല്ലാതെ 1.5 കോടിയല്ല സമ്പത്ത്. അപ്പോൾ കർത്താവ് എന്നാ പറയണമെന്ന് അറിയണമെന്ന്. അപ്പോഴും ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ കെട്ടിലായി ശരിക്കും. അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, പുതുക്കിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല. കാര്യം എനിക്കദ്ദേഹം അറിയാം, മര്യാദയ്ക്ക് പ്രാർത്ഥനാ ജീവിതമുള്ള ആളാണ്. പക്ഷേ ഇങ്ങനൊരു വിഷയം വന്നപ്പോഴേ അപ്പോൾ എനിക്കൊരു ബാധ്യതയായി. ഞാൻ പറഞ്ഞിരിക്കുക, നമുക്ക് കർത്താവിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും കൂടി ആ മേശയിൽ അവിടെ ഇരുന്ന് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി, ഒരു 3 സ്വർഗസ്ഥനായ ചൊല്ലി, 3 നന്മ നിറഞ്ഞു പറയും ചൊല്ലി ഒക്കെ എന്നുവെച്ചും ഞാൻ മച്ചായ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ 2 പറഞ്ഞ്, പിന്നെ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോഴേ കുഞ്ഞുമോനെന്നാ, നിങ്ങൾ തൈക്കാട്ടുശ്ശേരി പന്തലുള്ളവരെ കാണേണ്ട അറിയാൻ പറ്റും ആളാണ്, ആ കഷണ്ടി ആയിട്ടുള്ള അപ്പൊക്കം കുറഞ്ഞ അപ്പച്ചൻ്റെ കാര്യം പറയണം. അപ്പോഴേ ഒരു നമ്പർ കൂടി പറയാൻ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ 3 പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ ചൊല്ലി, നന്മ നിറഞ്ഞു പറയും ചൊല്ലി, വീണ്ടും കാര്യം പ്രാർത്ഥനയുടെ അരൂപിലാണ്. ഞാൻ പറഞ്ഞ ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ യോഹന്നാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ ഇത് പറയണ മുമ്പ് കർത്താവ് എന്നോടിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് ന്യൂട്രലായിട്ട് ഈ വിശ്വാസപ്രമാണം ചെല്ലണതിൻ്റെ ഇടയ്ക്ക് നേരത്തെ തന്നെ ഈ സാധനം എഴുതി അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ആ കടലാസ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ കൂടെ ആ തളിക്കണ ഒരു സ്പ്രിങ്ക്ലർ എന്ന സംഭവം അവിടെ ഇരിപ്പുണ്ട്. അതെടുത്ത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ മോളിൽ വെച്ച് അച്ഛൻ നമ്പർ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, അച്ഛാ ഇനി ആ സ്പ്രിങ്ക്ലർ എടുത്ത് മാറ്റിയിട്ട് ആ കമത്തി വെച്ചിങ്ങനെ പത്രം എടുത്ത് പേപ്പർ എടുത്ത് നികർത്തി നോക്കാൻ പറഞ്ഞു. നികർത്തി നോക്കിയപ്പോൾ എത്രയാണ്? അച്ഛൻ പറഞ്ഞു യോഹന്നാൻ 2:3 സാധനം. ആൾ ഞെട്ടിപ്പോയി. പക്ഷേ ദൈവിക വഴികൾ നമ്മൾ അറിയണം. ഒരു വിഷയം ആത്മാർത്ഥമായിട്ട് ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. അതിമനോഹരമായൊരു വചനമാണ്. ഹൃദയ പരമാർത്ഥതയോടെ. കാര്യം ഈ 2 ഒന്നായി കഴിഞ്ഞാലും കുഴപ്പമാണ്, 3 6 കുഴപ്പമാണ്, യോഹന്നാൻ മത്തായി ആയാൽ കുഴപ്പമാണ്, മത്തായി മർക്കോസ് ആയാൽ കുഴപ്പമാണ്, മൊത്തം കുഴപ്പമാണ്. എന്നോട് പുള്ളിക്കാരൻ ചോദിച്ചു, അച്ഛാ ഈ യോഹന്നാൻ 2:3 എന്താ? ഞാൻ പറഞ്ഞു, ഇത് കാനായിലെ കല്യാണമാണ്. നമ്മളെന്താണ് കർത്താവിനോട് ചോദിച്ചത് അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഈ കല്യാണം ഇനി ഭാവി കാലങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായപ്പോലും നമുക്ക് കുഴപ്പമില്ല. എന്താ കാര്യം? നമ്മളതിൻ്റെ കൺകറൻസ് ചോദിച്ചതാണ്. ഈ മനുഷ്യന് എന്താണ്, 1 കോടി പ്രതീക്ഷിച്ചപ്പോൾ 1.5 കോടി ഓഫർ ചെയ്യുമ്പോൾ അത് കർത്താവിനോട് ചോദിക്കണമെന്ന് ഒരു വ്യക്തിക്ക് തോന്നിയാൽ പണത്തേക്കാൾ ഉപരി ആ വ്യക്തിക്ക് എന്താ പ്രാധാന്യം? കർത്താവാണ് തോന്നുന്നത്. അതാണ് ഇവിടെ പറയണത്. നിങ്ങൾ പൊയ്ക്കൊള്ളുക. കാര്യം ദൈവത്തെ കൂടാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ദൈവത്തെ കൂടാതെ ബുദ്ധി ഉണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ കൂടാതെ വാഗ്ദാനം നാട്ടി പോകാൻ പറ്റും. പക്ഷേ എപ്പോഴും നല്ലത് എന്താണ്? പുറപ്പാട് 33:3 പറയും, തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട്ടിലേക്ക് നിങ്ങൾ പോകുവിൻ. കാര്യം നമുക്ക് പോകാൻ പറ്റും. ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സ്വാധീനമുണ്ട്, അറിവുണ്ട്, പഠനമുണ്ട്, നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാൻ ആളുണ്ട്. വി ക്യാൻ ഗോ ബട്ട് ഐ ആം നോട്ട് ഗോയിങ്. നിങ്ങൾക്ക് പോയിക്കൊള്ളുക, പക്ഷേ ഞാൻ കൂടെ വരുന്നില്ല. അതാണ് പ്രശ്നം. വൈ? എന്തുകൊണ്ടാണ് വരാത്തത്? എന്താ കാര്യം? താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദുശാഠ്യമുള്ള കുറുക്കി അതിൻ്റെ സത്ത എടുത്തിട്ട് ഒറ്റ വാക്യം പറയും. എന്താണ് ദുശാഠ്യം?
ഈ ദുശാഠ്യം എന്താണെന്നറിയുകയും ദുശാഠ്യത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാതെ നമുക്ക് ദൈവത്തെ കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന ദുശാഠ്യം? ദുശാഠ്യത്തെ എങ്ങനെ മറികടക്കാം? കൊറോണയെ എങ്ങനെ മറികടക്കാം? അതുപോലെ ദുശാഠ്യത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടത്? നമ്മുടെ കൂടെ നമ്മുടെ ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ടായാലും 50% ആകത്തുള്ളൂ. ബാക്കി എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്താനുള്ള തടസ്സം എന്താണ്? ബൈബിൾ ഒറ്റ വാക്ക് പറയും. എന്താണ്? ദുശാഠ്യം. ദുശാഠ്യത്തിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ടേ. ഈ മറുതലിപ്പിനാണ് അതായത് ദൈവിക പദ്ധതികളോടും വചനങ്ങളോടുമുള്ള മറുതലിപ്പാണ് ദുശാഠ്യം എന്ന് പറയണത്. ദൈവിക പദ്ധതികളോടും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വേറെ ആയിരിക്കും. നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ടാണ് നമ്മൾ ചുമന്നുകൊണ്ട് പോണത്. ചിലപ്പോൾ കൂട്ടുകാർ, അല്ലെങ്കിൽ നാട്ടുകാർ, അല്ലെങ്കിൽ സഭ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മത്സര ബുദ്ധിയിൽ നമ്മൾ കണ്ടുപിടിച്ച ജീവിത ലക്ഷ്യങ്ങൾ, മറ്റുള്ളവരെക്കാൾ മേന്മയാകാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യങ്ങൾ നമ്മുടെ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് വി കൻ ഗോ. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ദുശാഠ്യമുണ്ട്. അതിൻ്റെ എല്ലാ കാര്യമുണ്ട്. ദൈവിക പദ്ധതികളോടും ദൈവിക വചനങ്ങളോടും ദൈവിക പദ്ധതികളോടുമുള്ള മറുതലിപ്പിനാണ് ദുശാഠ്യമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് ബുദ്ധിയും ശക്തിയും ആളും അർത്ഥവും സ്വാധീനവും സാഹചര്യവും എന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാവിധ കാലാവസ്ഥയും ഉണ്ടായാലും കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ വരാത്തിടത്തോളം കാലം ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് മോസസിനെ പോലെ പറയുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. നമ്മൾ പുറപ്പാട് 33:15 വരുമ്പോഴേ മോസസ് നയം വ്യക്തമാക്കും. യെസ്, വി ഹാവ് പവർ, വി ഹാവ് എക്സ്പീരിയൻസ്. ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട്. 6 ലക്ഷം പേരുണ്ട്. പിന്നെ പരമാവധി ഞങ്ങൾക്ക് നല്ല 17 ജോഷുവയെ പോലുള്ള കലേബിനെ പോലെയുള്ള നല്ല യുദ്ധവീരന്മാരാണ്. ഞങ്ങളങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് മോസസ് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് മോസസിനുണ്ട്. പക്ഷേ മോസസ് പറയും 3:15 സി വി ആർ വെൽ ഓഫ്, വി ആർ ആംഡ്, എല്ലാം ഞങ്ങൾക്കുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ വി ആർ നോട്ട് ഗോയിങ്. അതാണ് സംഭവം. ഇവിടെയാണ് ഇത് ട്വിസ്റ്റിംഗ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നിലപാടെന്ന്, ആധ്യാത്മികത എന്ന് പറയണത് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഒരു സ്റ്റാൻഡാണ്, നിലപാടാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കാര്യമായിട്ട് കാണുന്നില്ല. ഞാൻ കാര്യമായിട്ട് കാണുന്നത് എന്താണ്? നിൻ്റെ സാന്നിധ്യമാണ്. അതാണ് 3:15 പറയണത്. എന്താ പറയണത്? ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങ് പറഞ്ഞയക്കരുതേ. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുതേ. അത് നിലപാടാണ്. എന്താണ്? നമുക്കുള്ളവയേക്കാളും വ്യക്തികളെക്കാളും ആളിനേക്കാളും പണത്തെക്കാളും അർത്ഥത്തെക്കാളും എന്തിനാ മോസസിന് പ്രാധാന്യം കൊടുക്കുന്നത്? മോസസ് അങ്ങയുടെ സാന്നിധ്യത്തിനാണ്. അതാ 3:15 പറയണത്. എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ, ഒന്ന് പറഞ്ഞ മക്കളെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുത്. എങ്ങോട്ടായാലും പറഞ്ഞയക്കരുതെന്നാണ്. എങ്ങോട്ടായാലും ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഭയങ്കര ഒരു തുറപ്പ് ചീട്ടാണ്. കാര്യം ദൈവം നമ്മുടെ കൂടെ വരണമെങ്കിൽ
ആദ്യം ഒരു സംഭവം നടക്കണം. എന്താ സംഭവിക്കണത്? ദൈവത്തിന് പ്രീതി ഉണ്ടാകണം. എപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുൻ ആവശ്യം, ഒരു പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ പ്രീ റെക്വിസിറ്റ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ പ്രീതിയാണ്. ഈ പ്രീതി എന്ന് പറയണത് എങ്ങനെ? അതായത് ദൈവത്തിൻ്റെ കൃപ, പ്രീതി, കരുണ, അങ്ങനെ പല കാര്യം നമ്മൾ പറയും. അതായത് അതാണ് മോസസ് പറയണത്. ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ പക്ഷേ ഞങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുതേ. ഇത് വിശ്വാസത്തിൻ്റെ ഒരു നിലപാടാണ്. അപ്പോഴേ ഇതിനുള്ള മറുപടി, ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. അതിമനോഹരമായൊരു മറുപടിയുണ്ട്. എന്താണ്? നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. അതായത് ഞാൻ നിൻ്റെ കൂടെ വരും, നിന്നെ തനിച്ച് വിടത്തില്ല. കൈയിടിച്ച് കർത്താവ്. അപ്പം മോസസുമായി ദൈവം അവസാനം ഒരു ധാരണയിലെത്തുകയാണ്. എന്താ മോസസിനോട് പറയണത്? നീ പറഞ്ഞ ഈ കാര്യവും, അതായത് എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരിക എന്നുള്ള കാര്യവും ഞാൻ സാധിച്ചു തരാം. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ നിന്നിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് പുറപ്പാട് 33:17. പുറപ്പാട് 33:17 എന്താണ്? നീ ഇപ്പോൾ പറഞ്ഞ കാര്യവും, എന്ത് കാര്യമാണ്? സാന്നിധ്യം, പ്രസൻസ്. നിൻ്റെ കൂടെ വരിക എന്നുള്ള പ്രസൻസിൻ്റെ നിൻ്റെ ഒരു ആവശ്യം, പ്രാർത്ഥന, അത് ഞാൻ നിനക്ക് സാധിച്ചു തരാം. കാരണം എന്താണ്? ഞാൻ നിന്നിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. അതാണ് പ്രശ്നം. ദൈവ തിരുസന്നിധിയിൽ പ്രീതി കണ്ടെത്തണം. ദൈവ തിരുസന്നിധിയിൽ ഇപ്പോൾ ഈശോയൊക്കെ ജ്ഞാനസ്നാനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ താബോർ മലയിൽ രൂപാന്തരീകരണ സമയത്തൊക്കെ ഈ വാക്കാണ് പറയണത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. അതായത് താബർമലയിലല്ല, ജ്ഞാനസ്ഥാന വേളയിൽ കർത്താവിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കിതാണ്. എന്താണ്? ഇത് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പോൾ മരുഭൂമിയിൽ ഹി വാസ് നോട്ട് എലോൺ. എൻ്റെ മക്കൾ മനസ്സിലാക്കണം, കർത്താവ് മരുഭൂമിയിൽ എലോൺ അല്ലായിരുന്നു. ഇന്നലെ ഇവിടെ ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ പറഞ്ഞു കർത്താവ് എലോൺ ആയിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തിരുത്തേണ്ടി വരുന്നത്. ഹി വാസ് നോട്ട് എലോൺ. നമ്മൾ ഏത് കടുത്ത പ്രലോഭനങ്ങളിലൂടെ പോകുമ്പോൾ ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. കുരിശിൽ പോലും കൈവിട്ടതെന്ന് ചോദിക്കുമ്പോൾ തന്നെയും നമ്മൾ ഓർക്കണം, അത് ഒരു മാനുഷികമായ ഒരു ഫീലിംഗാണ്. ശാരീരിക വേദന കൂടുമ്പോൾ നിങ്ങൾക്കും തോന്നും, എനിക്കും തോന്നും ദൈവം നമ്മളെ കൈവിട്ടെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, ഏത് വേദനയുടെ സമയത്തും ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. കൈ അടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ കണ്ടു 3:14 എന്താണ് പറഞ്ഞത്? 3:3 പുറപ്പാട് 33:3 എന്താ പറയണത്? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താണ് കാരണം? നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനതയാണ്. അപ്പോഴും മോസസ് ഒരു നിലപാടെടുത്ത് 3:15 അങ്ങ് വന്നില്ലെങ്കിൽ ഏതാളുണ്ടെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ വി ആർ നോട്ട് ഗോയിങ്. കാരണം എന്താണ്? ഞങ്ങളുടെ ആളിനേക്കാളും അർത്ഥത്തെക്കാളും ഞങ്ങൾക്ക് നീയാണ് വലിയവൻ. കൈയിടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ മോസസിനോട് ദൈവം പറയും, കോംപ്രമൈസ് ആകും. മോസസിൻ്റെ പ്രാർത്ഥനയിലും നിലപാടിലും സമീപനങ്ങളിലും എല്ലാം ദൈവം ഒത്തുതീർപ്പ് പറയും. എന്താ പറയണത്? ഞാൻ നിൻ്റെ കൂടെ വരാനുള്ള കാരണം എന്താണ്? കണ്ടീഷൻ എന്താണ്? കാരണം
നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്താണ് കൂടെ വരിക എന്നുള്ള കാര്യം? നിങ്ങൾ എന്തിനു ഉടമ്പടി എടുക്കുന്നു എന്നാണ് അച്ഛനെ പറഞ്ഞുകൊണ്ട് വരണത്, മനസ്സിലായില്ലേ? ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ പോണത്. എന്താണ് ഉടമ്പടിയും ദൈവസാന്നിധ്യവും തമ്മിലുള്ള ബന്ധമെന്ന്? ഇപ്പോൾ മോസസിനോട് ദൈവം പറയണ അവസാനം ഇവിടെ എന്താണ്? നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. 3:17. കാരണം എന്താണ്? ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മോസസിൻ്റെ കൂടെ, ജനത്തിൻ്റെ കൂടെ ആകണം നിർബന്ധമില്ല, മോസസിൻ്റെ കൂടെ. അതായത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തം ബുദ്ധിയേക്കാളും അറിവിനേക്കാളും സ്വാധീനത്തെക്കാളും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? നമ്മളുടെ മർക്കട മുഷ്ടി തീർന്നു, ദുശാഠ്യം തീർന്നു. ദൈവം എന്തുകൊണ്ടാണ് മോസസിനോട് അവസാനം നിരപ്പാകാൻ കാരണം എന്താ? കാര്യം മോസസ് സ്വന്തം കഴിവ്, ജനങ്ങളുടെ ബാഹുല്യം, 6 ലക്ഷത്തോളം പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി എന്തുമാത്രം ആൾക്കാരവരുണ്ട്. അവരെല്ലാവരും കൂടി ഒരു രാജ്യമാണ് അങ്ങോട്ട് പോണതേ, ചുമ്മാ ഒന്നുമല്ല. അപ്പോൾ ഒരു രാജ്യം അങ്ങോട്ട് പോവുകയാണ്. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പിടിച്ചു കെട്ടാൻ പറ്റാത്ത കാട്ടുകുതിര പോലെയാണ് ഇവൻ പോണത്. പക്ഷേ മോസസ് പറയും, ഏത് കാട്ടുകുതിരയായാലും ഞാൻ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കണം. എന്തിനാ? അങ്ങയുടെ സാന്നിധ്യത്തിനാണ്. ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലേ? പിന്നെ എന്തിനാണ് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കും. ഒത്തിരി പേരങ്ങനെ ചോദിക്കണില്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതായത് ഇവിടെ ജയിക്കുന്നവരും ജോലി വാങ്ങിക്കുന്നവരും മക്കളുണ്ടാകുന്നവരും മക്കളില്ലാത്തവരും വിശ്വാസികൾക്ക് മാത്രമാണ്, അവിശ്വാസികൾക്ക് മാത്രമാണ് മക്കളില്ലാത്തത്. വിശ്വാസികൾക്കും മക്കളില്ല. കർത്താവ് ആ വിഷയത്തെക്കുറിച്ചൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദുഷ്ടൻ്റെ മേലും മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും വെയിലുതിപ്പിക്കൂ, ഇല്ലേ? അപ്പോഴേ ഭൗതികമായ അനുഗ്രഹം ലഭിക്കുന്നതിന് ഈശ്വരവിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകം പോലും അല്ല. നീ ഒരു ദുഷ്ടനായാൽ പോലും നിനക്ക് മഴ പെയ്യിപ്പിക്കാനുള്ളത് ദൈവം തരാനുള്ളത് ദൈവം തരും. നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കണമെന്നതിൻ്റെ അർത്ഥം. വൈ വി ആർ പ്രേയിങ് ഫോർ ദ പ്രസൻസ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിയിൽ സംപ്രീതനായാൽ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായാൽ എന്ത് സംഭവിക്കാം? ഇപ്പം നമ്മുടേത് മരിയൻ ഉടമ്പടിയാണല്ലേ? അമ്മയുടെ മധ്യസ്ഥത്തിൽ ചെയ്യുന്ന, ദൈവത്തോട് ചെയ്യുന്ന ഒരു കരാറാണ് അമ്മയുടെ മധ്യസ്ഥത്തിൽ. ഈ മോസസിൽ നിന്ന് നമ്മൾ തിരിച്ച് അമ്മയിലേക്ക് വരുമ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായതെന്ന് പറയും. ഒരു മനുഷ്യന്, ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? ദൈവത്തെ ഗർഭം ധരിക്കുകയാണ്. എൻ്റെ അല്ലേ? ശരിയല്ലേ? സിമ്പിളല്ലേ? ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? വെറുതെ പുണ്യമല്ല, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് കീർത്തിക്കും. തലമുറകളെന്ന് പറയുമ്പോൾ ടൈമാണ്, സ്പേസും ടൈമും കൂടിയ ഒരു സാധനമാണ് തലമുറയെ വർക്ക് ചെയ്യണത്. തലമുറകൾ ജീവിക്കുകയാണ് ഇവിടെ, അതൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. തലമുറകൾ കടന്നു പോവുകയാണ്, അതൊരു സമയത്താണ് കടന്നു പോണത്. അപ്പോൾ ഈ ഭൂമിയിൽ തലമുറകളെന്ന് പറയുമ്പോൾ സ്പേസിലും ടൈമിലും, ഈ ഭൂമിയിലുണ്ടാകാൻ പോകുന്ന എല്ലാ സ്പേസിലും എല്ലാ ടൈമിലും ഐ വിൽ ബി ദ കിങ്, ഞാനായിരിക്കും ദൈവപിതാവ് അഭിഷേകം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവള്. കൈയടിച്ച് കർത്താവ് ആ വചനമുണ്ട്. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. നമ്മൾ വിശുദ്ധ ലുക്ക 1:48 അവിടുന്ന് ഏറ്റു പറഞ്ഞ് അവിടുന്ന് തൻ്റെ ദാസിയുടെ
വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. അപ്പോൾ ദൈവം തൃക്കൺ പാർത്തു, ദൈവം സംപ്രീതനായി. മോസസിൽ സംപ്രീതനായ പോലെ തന്നെ അമ്മ മാതാവിലും സംപ്രീതനായി. ഇവിടെ അമ്മ മാതാവിൽ ദൈവം സംപ്രീതനായതിന് ഉള്ള കാരണം എന്താണ്? മോസസിൽ സംപ്രീതനായ അതേ കാരണം തന്നെയാണ്. ദൈവം സംപ്രീതമാകാതിരിക്കാനുള്ള കാരണം എന്താണ്? ദുശാഠ്യമാണ്. ക്ലിയർ അല്ലേ? ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല. കാരണം എന്താണ്? ഈ ജനത ദുശാഠ്യമുള്ളതാണ്. മോസസിന് ദുശാഠ്യം അഴിച്ചു വെച്ച് മോസസിന് പറഞ്ഞു, ഒരു ദുശാഠ്യമില്ല, ജനങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അങ്ങില്ലാതെ ഞാൻ പോകത്തില്ല. അപ്പോൾ അവൻ വിനയപ്പെട്ടു. എവിടെയാണ് ദൈവപൈതലെ അഹങ്കാരം, നമ്മളിൽ തന്നെയുള്ള ആശ്രയം, ദുശാഠ്യം, മർക്കട മുഷ്ടി അഴിച്ചു വെക്കണത്? അവിടെ ദൈവം സംപ്രീതൻ. അതിനാണ് നമ്മൾ വിനയമെന്ന് പറയണത്. അമ്മ നന്നായിട്ട് പറയും, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. ഇപ്പോൾ 1:48-49 അവിടുന്ന് തൻ്റെ അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. ഇത് ഭയങ്കര സീരിയസ് ആണ്. ആധ്യാത്മിക ജീവിതത്തിലെ വി ആർ ഫോളോയിങ് മരിയ സ്പിരിച്വാലിറ്റി. ഉടമ്പടി എന്താ ഫോളോ ചെയ്യണത്? പക്കാ മരിയ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. എന്താണ്? അമ്മയിലൂടെ അമ്മയാണ് യേശുവിനെ സ്വീകരിച്ചത്, അമ്മയാണ് യേശുവിനെ ലോകത്തിന് കൊടുത്തത്. വൈ വി ആർ ഫോളോയിങ് മരി സ്പിരിച്വാലിറ്റി? എന്താ എൻ്റെ കാരണം? വേറെ ആരെയും നമ്മൾ ഫോളോ ചെയ്യത്തില്ല. എന്താ കാരണം? അമ്മയാണ് യേശുവിനെ സ്വീകരിച്ചത്, അമ്മയാണ് യേശുവിനെ ലോകത്തിന് കൊടുത്തത്. പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അമ്മയെ, അമ്മയെപ്പോലെ യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ കൊടുക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. അമ്മയുടെ വിനീത അവസ്ഥ, അമ്മയെ ഈശോ പ്രീതി. ഇപ്പോൾ ലൂക്കാ 1:48 അനുസരിച്ചുകൊണ്ട് അമ്മയിൽ ദൈവം സംപ്രീതമാകാൻ കാരണം എന്താണ്? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു അല്ലേ? 1:48 ഏതാ പറയണത്? അമ്മയുടെ വിനീതാവസ്ഥയാണ്. ഇനി അമ്മയുടെ വിനീതാവസ്ഥയെ ആണ് ദൈവത്തിൻ്റെ പ്രീതി അമ്മയ്ക്ക് ലഭിക്കാൻ ഇടയാക്കിയത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താ കാര്യം? അമ്മയ്ക്ക് വിനീതാവസ്ഥ എന്ന് പറയണത് എന്താണ്? അമ്മയുടെ വിനീതാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ൻ്റെ എല്ലാ സൈബർ ഇടങ്ങളിലേക്കും AKG സെൻറ്ററിൽ നിന്ന് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം, ഷഡ്യം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ ഒരു പാർട്ടി പോലും അണികളോട് പറയണത് അങ്ങനെയാണ്, നിങ്ങൾ ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം, നമ്മുടെ ലക്ഷ്യം വോട്ടാണെന്ന് പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ വിനയത്തോടെ പെരുമാറണം, നമ്മുടെ ലക്ഷ്യം എന്താണ്? വോട്ടാണ്. അപ്പോൾ ശാഠ്യം കളയണമെന്ന് അർത്ഥം. അപ്പോൾ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കുന്നത് ആധ്യാത്മികമായ പരിവേഷമുള്ള ചില പദങ്ങളാണ്. അങ്ങനെ ഒരു ആധ്യാത്മിക പരിവേഷമാണോ അമ്മയിലുള്ള വിനീതാവസ്ഥ? അമ്മയുടെ വിനീതാവസ്ഥയുടെ കണ്ടൻറ് എന്താണ്? ഇപ്പോൾ വെള്ളത്തിന് ഒരു കണ്ടൻറ് ഉണ്ട്. എന്താണത്? H2O അല്ലേ? ഹൈഡ്രജൻ്റെ 2 തന്മാത്ര, പിന്നെ ഓക്സിജൻ്റെ 1 തന്മാത്ര. അതാണ് 2 കണ്ടൻറ്, 2 മോളിക്യൂളാണ് അല്ലേ? അതുപോലെ മരിയൻ അഡിയറൻസിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ വിനയത്തിൻ്റെ കണ്ടൻറ് എന്താണ്? അതാണ് ലൂക്കാ 1:38. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദുശാഠ്യം അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദുശാഠ്യത്തെ എങ്ങനെയാണ്? ദുശാഠ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ബ്ലോക്ക് ചെയ്യണത്. ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഇനി അതെങ്ങനെയാണ് മോസസ് അതിനതിജീവിച്ചത്? മോസസ് വിനയത്തോടെ പറഞ്ഞ് വി ആർ നോട്ട് ഗോയിങ് വിത്തൗട്ട് യു, നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞു.
ഇത് അപ്പോൾ മോസസിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് അമ്മയിലേക്ക് വരുമ്പോൾ അമ്മ 1:48 നമ്മൾ പറയുന്നു, വിശുദ്ധ ലൂക്കാസ് വിശുദ്ധൻ പറയുന്നു, എന്താ പറയണത്? അവിടെ നിന്ന് ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. അമ്മയ്ക്ക് ദുശാഠ്യങ്ങളില്ല. ദുശാഠ്യത്തിനെതിരെ വചനം ഉപയോഗിക്കുന്ന വാക്കാണ് വിനീതാവസ്ഥ. അപ്പോൾ വിനയമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ വിനയമുണ്ട്. കാര്യം കാണാൻ വേണ്ടി പഞ്ചപുച്ഛമടക്കി ഒച്ചാനത്ത് നിൽക്കുന്നൊരു വിനയമുണ്ട്. അതിനകത്ത് കാപഠ്യമുണ്ട്. കാര്യം കണ്ടു കഴിയുമ്പോൾ അവരവിടെ വഴി പോകും. അപ്പോഴങ്ങനെ വരുമ്പം മരിയൻ വിനയം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉദ്ദേശം ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ മരിയൻ വിനയം എന്താണ്? മരിയൻ വിനയത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കാ പറയണത് 1:38. മരിയ വിനയത്തിന് 2 മോളിക്കൂളുണ്ട്. H2O എന്ന് പറഞ്ഞ പോലെ ഒരു വാട്ടറിൻ്റെ ഒരു തന്മാത്രയിൽ 2 ഘടകങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വരുന്നത്? ഹൈഡ്രജനും വരുന്നു, ഓക്സിജനും വരുന്നു. ഇതുപോലെ മരിയൻ വിനയത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ്? അതറിഞ്ഞാൽ പിന്നെ ഈസിയാണ് നമുക്കത്. അതാണ് ലൂക്ക 1:38. എന്താ പറയണത്? ലൂക്ക 1:38 എന്താ നമ്മൾ വായിക്കണത്? ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൂക്ക 1:38 മരിയൻ വിനയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത്. എന്താണ് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. ഫസ്റ്റ് പോയിന്റ്, എ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 2 കണ്ടന്റ്. മർക്കട മുഷ്ടിക്ക് എതിരെ വർക്കൗട്ട് ചെയ്യുന്ന മരിയൻ വിനയത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പ് വരുത്തുന്ന 2 കണ്ടൻ്റാണ് ലൂക്ക 1:38 എന്താണ്? ഒന്നാമത്തെ എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. രണ്ടാമത്തെ എന്താണ്? അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ വചനത്തിന് സമർപ്പണം. ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ വചനത്തിന് സമർപ്പണം. ആദ്യത്തെ എന്താണ്? കർത്താവിനോടുള്ള വിനയത്തോടെയുള്ള ദാസ്യത. 2 കാര്യങ്ങളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ അതിനകത്താണ് വിനയമുള്ളത്. ലോകത്തിൻ്റെ ദാസിയല്ല, ആരുടെയും ദാസിയല്ല. ആരുടെ ദാസിയാണ്? കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി. അപ്പം അതിൻ്റെ ഒരു വിനയമാണ് ഒരു കണ്ടൻറ്റ്. രണ്ടാമത്തെ കണ്ടൻറ്റ് എന്താണ്? അങ്ങയുടെ വചനം പോലെ, ഏറ്റു പറഞ്ഞേ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എന്ന് വെച്ചാൽ വചനത്തിന് സമർപ്പണം. അപ്പം വിനയവും സമർപ്പണവുമാണ്. എൻ്റെ ദൈവവേദലെ മരിയൻ ആധ്യാത്മികതയാണ് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യണത്. പക്ഷേ അത് അതിൻ്റെ ആക്ടിവേഷൻ വരണത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ആക്കിയെടുക്കണം. നമുക്ക് തനിയെ പോകാം, മെറിറ്റിൽ പോകാം. ഇപ്പം നമ്മൾ എഫേസ്യൻസ് 2:8 എന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഒരു വിഷയം നേടണമെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ട് സാധിക്കും. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് പോകാമല്ലോ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക്, ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. 2 ഘടകം വേണം. ഒരു ഘടകം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഈ ഈശ്വര വിശ്വാസികളല്ലെങ്കിലും, ദൈവത്തിന് എതിർത്ത് നിൽക്കുന്നവരാണെങ്കിലും, ഇനി പാപജീവിതം നയിക്കുന്നവരാണെങ്കിലും, വി കൻ അറ്റൈൻ എ ഗോൾ. കൈയിടിച്ച് കർത്താവ് ഇനി നമ്മൾ വെളിപാടിൻ്റെ ഇപ്പം നമ്മൾ 2 അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ യാത്രയിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി
ദുശാഠ്യവും മർക്കട മുഷ്ടിയും അവസാനിപ്പിച്ചിട്ട് വിനയവും സമർപ്പണവും കൊണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധി നേടി ദൈവസാന്നിധ്യം കൂടെ കൂട്ടുന്നതിന് വേണ്ടി അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം പറയും. എന്താ പറയണത്? വെളിപാട് 12:14 എന്താ പറയണത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന്, അതായത് ജീവിത പ്രശ്നങ്ങളുടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിത പ്രശ്നങ്ങൾ? ജോലിയില്ല, വീടില്ല. ഇപ്പോൾ ഇന്നലെ ഒരു സഹോദരി വന്ന് തുമ്പൊളിക്കാരിയൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാ പ്രശ്നം വെച്ചാൽ, ഞങ്ങൾ 8 കൊല്ലം വീടില്ലാണ്ട് അലഞ്ഞു. 8 കൊല്ലം വീടില്ലാതെ എൻ്റെയും ഞാനും കുഞ്ഞുങ്ങളും ഭർത്താവുമായിട്ട് അലഞ്ഞു. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറഞ്ഞ് കരഞ്ഞുപോയി. എന്താ കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സന്ധ്യയ്ക്ക് പായും തീർത്ത് വരെ വീട്ടിൽ കിടക്കാൻ ചെല്ലുമ്പോഴേ ബന്ധുക്കൾ പോലും അവരെ കയറ്റിയില്ല പറയും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങളൊരു വീട്ടിൽ നമുക്ക് ഇടം നഷ്ടപ്പെട്ട് വാടകയൊക്കെ ഇറങ്ങി വിടുമ്പോൾ ഒന്ന് കിടക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നാൽ ആ രാത്രി അവരവിടെ നിന്ന് നിങ്ങളെ തള്ളിവിട്ടാൽ എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ആരും കയറ്റിയില്ല, ഞങ്ങളെ തള്ളിവിട്ടെന്ന്. അത് പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി ചെയ്തെന്ന് പറയും. വേറെ ഒന്നും ചെയ്യാനില്ല. തെരുവിലേക്ക് ബന്ധുക്കളെ ചവിട്ടി ഇറക്കി വിടുമ്പോൾ തെരുവിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഇവിടെ ആർക്കും അഭയമില്ല. അത് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു വീട് തന്ന്. അതാണ് സംഭവം. അത് നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം. അവൾ പറയുമ്പോൾ ബിമ്മിപ്പോവും. കാര്യം അവളെ കുഞ്ഞിനെയും കൊണ്ടാവാമെന്ന് പറയണ സാക്ഷ്യം. എന്നിട്ട് പിന്നെ പറയും, ഇന്നലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ വിളിച്ചു, എടി ജോലി കിട്ടിയടി, അമ്മയോട് ചെന്ന് നന്ദി പറയണമെന്ന്. എടി ജോലി കിട്ടിയടി, അമ്മയോട് ചെന്ന് നന്ദി പറയണമെന്ന്. എന്താ കാര്യം? അതുകൊണ്ടാണ് അവിടെ നന്ദി പറയാൻ വേണ്ടി. ഒരു മനുഷ്യൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യണം കണ്ടല്ലേ? ഒരു 0 റെഡ്യൂസ് ഇൻറ്റു 0 മൈനസിൽ നിന്ന് ഒരാളെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വരവ് കണ്ടില്ലേ? ഉടമ്പടിയുടെ പവർ എന്നാണെന്നാണ് വിചാരിക്കണത്. ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം വീടില്ല, അവർക്ക് ജോലിയുമില്ല, ജീവിത പ്രശ്നമാണ്, സർപ്പത്തിൻ്റെ അതാണ്. അതായത് ഇവിടുത്തെ ആധ്യാത്മിക രീതിയിലാണ് എഴുതിയിരിക്കണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഭൗതികമായിട്ട് തന്നെ നമ്മൾ ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കണത്. ഓക്കെ, ശരിയല്ലേ? കടമായാലും സർപ്പത്തെ പോലെയാണ് ഇരിക്കണത്. ഇപ്പം മാർച്ച് മാസമാകുമ്പോൾ ജപ്തി നടപടിയുടെ കാലമാണ്. ബാങ്ക് മാനേജറിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ സർപ്പം കൊത്താമെന്ന പോലെ ഇരിക്കും. നമ്മൾ 1 ഡേ സെറ്റിൽമെൻറ്റ് ചെല്ലുകയാണേ. പക്ഷേ ബാങ്ക് മാനേജർ നമ്മുടെ മുഖത്ത് നോക്കണത് സർപ്പത്തെ പോലെയാണെന്ന് നോക്കണത്. ഇങ്ങനെ പേടിച്ചു പോകും നമ്മൾ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം വിഷം ഇറക്കുമെന്ന് നമ്മളിവിടെ മൊഹാലസ്യപ്പെട്ട് ഇവിടെ വീഴുമെന്ന് തോന്നിപ്പോകും ബാങ്കിൻ്റെ അകത്ത്. സർപ്പത്തിന് അതാണ് 12:14 വെളിപാടിൻ്റെ പുസ്തകം എന്താ പറയണത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞേ, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകേണ്ടതുപോലെ 2 ചിറകുകള് നൽകപ്പെട്ടു. അപ്പോൾ ഈ 2 ചിറകുകൾ കിട്ടാനുള്ള ഒരു വിശ്വാസിയുടെ ഒരു അവകാശമുണ്ട്. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്തേക്ക് നമുക്ക് 2 തരത്തിൽ പോകാം. നടന്നു പോകാം. പട്ടി ഓടിച്ചിട്ടാണ് നമ്മളെന്താ ചെയ്യണത്? നടന്നു പോവുക. എന്നാൽ പിന്നെ പട്ടിയുടെ വായിലിരിക്കും. വെറുതെ ഒരു പണിയും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാം. പക്ഷേ പട്ടിയെ പാമ്പാ നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിടിക്കാൻ വന്നാൽ നമ്മൾ ഓടും. അതിനേക്കാൾ സീരിയസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡ് വേണ്ടി വരും വിഷയം. അപ്പോൾ ഓടിയാൽ പറ്റത്തില്ല. പിന്നെ എന്താണ്? ചിറക് വേണം പറന്നു പോകാൻ വേണ്ടി. സമയഘടികാരവുമായ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യു മസ്റ്റ് ഹാവ് സ്പീഡ്. നിനക്ക് സ്പീഡ് വേണം. കാര്യം പലതിനും ഡേറ്റ് കുറവാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നും ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടില്ല. പലതിനും സമയം കുറവാകാം, പക്ഷെ ഒന്നും നിനക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ?
ഉടമ്പടി ചെയ്തപ്പോൾ ഒരു ചേട്ടൻ്റെ 54-ാമത്തെ വയസ്സിൽ കല്യാണം നടന്നത്. 50 വയസ്സുള്ള ചേട്ടത്തിനെ കല്യാണം കഴിച്ച്. അപ്പോൾ 54 വയസ്സ് വരെ ജീവിത പങ്കാളിയെ തേടി നടക്കുന്ന മിക്കവാറും ഒരു 40 വയസ്സായപ്പോൾ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള മോഹമൊക്കെ അങ്ങ് മാറ്റിവെക്കും. അങ്ങനെയല്ല, അഹ്റോൻ്റെ ഈ കൃപാസനമെന്ന് പറയുന്ന ഈ തങ്കപ്പേടകത്തിൽ ദൈവം 3 കാര്യങ്ങൾ വെച്ചതിൽ ഒരു കാര്യം അഹ്റോൻ്റെ ഉണക്ക കമ്പാണ്. അത് അഹ്റോൻ്റെ പൗരോഹിത്യത്തിൻ്റെ കൈവപ്പിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ തളർത്ത് വരും. നിൻ്റെ ജീവിതത്തിൽ വാങ്ങിവെച്ച മോഹങ്ങൾക്ക് ഉടമ്പടിയിലെ പ്രത്യാശയുടെ തളർപ്പുണ്ടാവും. കൈയിടിച്ച് കർത്താവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ. നിങ്ങൾക്കും സ്പീഡ് കൂടണ്ടേ? നിങ്ങൾക്കും വേഗത വേണ്ടേ? നിങ്ങൾക്കും ചിറക് വേണ്ടേ? മരിയൻ ചിറകുകൾ വെളിപാട് 12:14 അവൾക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. മരുഭൂമിയായ തൻ്റെ സങ്കേതത്തിലേക്ക്, അതാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക്. നമ്മൾക്ക് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ സഞ്ചരിക്കണം എങ്ങോട്ടാണ്? ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. അത് രസകരമായ രീതിയിൽ ഈ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകമില്ലേ, വെളിപാടല്ല പുറപ്പാടിൻ്റെ പുസ്തകം ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 19:4 ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്താണ്? കഴുകൻ്റെ ചിറകിൽ സംവഹിക്കുക. ഇതെങ്ങോട്ടാണ് വരണത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട തൻ്റെ സങ്കേതമായ മരുഭൂമി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഈ മരുഭൂമി ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ചില സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മരുഭൂമി പോലെയായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ഇത് മരുഭൂമിയാണല്ലോ, ഇവിടെ തണലില്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ എന്ന് പറയരുത്. ദ ഗോഡ് ഈസ് വിത്ത് യു. കർത്താവ് മരുഭൂമിയിൽ ഒറ്റക്കല്ലായിരുന്നെന്ന് ഞാൻ പറയുന്നു, നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. എന്താണ്? മരുഭൂമി തൻ്റെ സങ്കേതമാണ്, അത് കർത്താവിൻ്റെ ഇടമാണ്. നീ സഞ്ചരിക്കുന്ന വഴികളെ രോഗമുണ്ടാകാം, വേദന ഉണ്ടാകാം, ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടാകാം, ബട്ട് നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഏത് ജീവിത സാഹചര്യത്തിലും ഞങ്ങൾ അങ്ങേ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ധ്യാനിച്ചൊരു പോയിൻ്റാണ്, ഗെറ്റ് ദ വിങ്സ് ആൻഡ് സേവ് ദ ടൈം. ചിറകുകൾ സ്വന്തമാക്കൂ, സമയത്തെ ചുരുക്കൂ. എങ്ങനെയാണ് ചിറകുകൾ സ്വന്തമാക്കണത്? ഉടമ്പടിയിലെ ദൈവം തൃക്കൻ പാർത്ത് എന്തൊക്കെയാണ്? അവിടെ തൻ്റെ ദാസിയുടെ വിരീതാവസ്ഥ തൃക്കൻ പാർത്തു. അതിനെന്താ കാരണം? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം 1:38 ലൂക്ക, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. വിനയവും ദൈവവചനങ്ങളുള്ള സമർപ്പണവും 2 ചിറകാണ്. ഒന്ന് വിനയത്തിൻ്റെ ചിറക്, ഒന്ന് കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ നിറവേറ്റാനുള്ള സമർപ്പണം. ഒന്ന് വിനയത്തിൻ്റെ ചിറക്, രണ്ടാമത്തെ എന്താണ്? കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ നിറവേറ്റാനുള്ള സമർപ്പണം. 2 ചിറക്, 2 വൻ കഴുകൻ്റെ ചിറകാണ്. അത് ഈ ചിറക് ധരിച്ചാൽ സ്പീഡ് കൂടും. നിൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വേഗത കൂടും. വേഗത ധരിക്കണത് ഇങ്ങനെയാണ്. വേഗത ധരിക്കണത് 2 ചിറക് ധരിച്ചുകൊണ്ടാണ്. ആ ചിറക് മരിയൻ ചിറകെന്ന് പറയുമ്പോൾ വെളിപാട് 12:14 അനുസരിച്ച് ചിറക്, ലൂക്ക 1:38 അനുസരിച്ചുള്ള ചിറകാണ്. എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത ദുഃഖം പാർത്ത് 1:48, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തോടുള്ള ദാസ്യത, ലോകത്തോടുള്ള ദാസ്യതയല്ല. ആ 1.5 കോടി രൂപ സ്ത്രീധനം കിട്ടുമെന്ന് പറയുമ്പോൾ അത് അപ്പം തന്നെ
വായും പൊളിച്ച് സ്വീകരിച്ച ലോകത്തോട് ദാസ്യതയായി. ഇതിൻ്റെ അകത്ത് എന്താ, ഇത് ദൈവഹിതമാണോ എന്നറിയുമ്പോൾ ദൈവത്തോടുള്ള ദാസ്യതയായി. ഇതാണ് ഞാൻ കുഞ്ഞുമോൻ്റെ ജീവിതാനുഭവം ആദ്യമേ പറഞ്ഞത്. എങ്ങനെയാണ് ഒരു വ്യക്തി ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ അങ്ങയുടെ മനസ്സ് പോലെ എന്നിൽ നിറവേറേണ്ടതെന്ന് വെച്ചാൽ 2 വിങ്സായി. ദെൻ വി വിൽ ഗെറ്റ് വിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് സ്പീഡാകും. നിങ്ങളുടെ കാര്യങ്ങൾ ഉടനെ നടക്കും. വീടില്ലാത്തതും ജോലി ഇല്ലാത്തതും പരീക്ഷ പാസ്സാകാത്തതും എന്ത് വിഷയം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഉടമ്പടിയുടെ എല്ലാ ഒരു 12,000-ഓളം യൂട്യൂബ് സാക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ 2,000 കണ്ടില്ലെങ്കിൽ ഒരു 20 സാക്ഷ്യമെങ്കിലും കണ്ടു നോക്കണം. എന്നിട്ട് ഉടനെ ഷെയർ ചെയ്യണം. എന്നിട്ട് ഉടമ്പടി അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 2 ചിറക് എന്നെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്നെന്താണ്? കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസ്യതയോടാണ്. ലോകത്തിൻ്റെ ദാസ്യതയല്ല, ദൈവത്തിൻ്റെ ദാസ്യത. രണ്ടാമത്തെ എന്താണ്? അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ, വചനത്തോടുള്ള ദൈവവചനത്തോടുള്ള സമർപ്പണം. അതാണ് 2 ചിറകുകൾ. അപ്പോഴാണ് പറക്കൽ വരണത്. നമുക്ക് നടക്കാം, പിന്നെ ഓടാം, പിന്നെ പറക്കാം. കർത്താവ് നിങ്ങളെ പറപ്പിക്കും നിങ്ങളുടെ സങ്കേതത്തിലേക്ക്. ഉടമ്പടി അതാണ് ഉടനടി പരിഹാരമെന്ന് പണ്ട് പറയാൻ കാരണം ഇത് ഞാൻ അനുഭവിച്ചിട്ട് പറഞ്ഞതാണ്. പെട്ടെന്നാണ് എൻ്റെ അത്. പക്ഷേ പെട്ടെന്ന് ചിലർക്ക് പെട്ടെന്നാകാത്തതിൻ്റെ കാരണം അവർ വിങ്സ് കിട്ടാത്തത് കൊണ്ടാണ്. അവരിപ്പോഴും പഴയതുപോലെ തന്നെ കണ്ടത്തടിക്കും മുണ്ടത്തടി, ഒറ്റടി, ചത്താലും ചത്തില്ലെങ്കിലും 3 മണിക്ക് അടക്കമെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ അതിനാണ് ദുശാഠ്യം എന്ന് പറയണത്. ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. 33:3 പുറപ്പാട്, ഞാൻ വരുന്നില്ല. എന്താ കാര്യം? നിങ്ങൾ ദുശാഠ്യക്കാരാണെന്ന്. ദുശാഠ്യം അവസാനിപ്പിച്ചുകൊണ്ട് അനുതാപപ്പെട്ടുകൊണ്ട് വിനയത്തോടെ വചനം സമർപ്പിച്ചുകൊണ്ട് വേഗത കൂട്ടുക. കൈ അടിച്ച് കർത്താവ് വിനയത്തോടെ കർത്താവേ കൃപയിൽ നിറയാൻ ശക്തി നിറയണമേ. ഹല്ലേലൂയ 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 യേശുവേ. എഴുന്നേൽക്കട്ടെ, എല്ലാവരും എഴുന്നേൽക്കും മക്കളെ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്ക് സമാശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളയിടത്തൊക്കെ കൈവച്ചുള്ളൂ. ശ്വാസകോശ രോഗികളുടെ നെഞ്ചിലും, തൈറോയ്ഡ് രോഗികളുടെ കഴുത്തിലും, ഉദര രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിനും, കിഡ്നി രോഗികൾ നടുവിനും, അൾസർ രോഗികളും ഉദര രോഗികൾ അടിവയറിനും, സർവാംഗ രോഗമുള്ളവരെ സ്വസ്തികയായിട്ടും കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ കർത്താവ് നിന്നെ സഹായിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി കർത്താവെ എന്നെ സ്പർശിക്കണമേ, കർത്താവെ എന്നെ സ്പർശിക്കണമേ, അടിപ്പണപ്പോൾ വൈതാഘാതം പോലെ ദൈവികമായ ശക്തി എന്നെ സന്വേഷിപ്പിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, എല്ലാ മലാഖമാരും വിശുദ്ധന്മാരും സാക്ഷികളെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുൻപാകെ ഓരോ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും മഴ പോലെ കർത്താവേ ഇപ്പോൾ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മകന്റെ മേലും കർത്താവേ, ഓരോ മകളുടെ മേലും കർത്താവേ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കത്തായി. ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഈശോ മാരക രോഗങ്ങൾ, ഈശോ ക്യാൻസർ രോഗങ്ങൾ, കർത്താവ് മാരക രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കർത്താവ് കണ്ണിന്റെ കാഴ്ചക്കുള്ളവരെ, ചെവിക്കറിവുള്ളവരെ, സ്പോണ്ടിലോസിസ് രോഗികളെ, വെരിക്കോസ് രോഗികളെ, നരമ്പിന്റെ രോഗികളെ എല്ലാം ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തിയോടെ, യേശുവിന്റെ ശക്തിയോടെ മാരക രോഗങ്ങളെ, തീരാവേദികളെ
യേശുവിന്റെ നാമത്തിൽ മാരക രോഗികളെ, തീരാവേദികളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീവനോടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്റെ സ്ഥിരീകരണത്തിന്റെ സദ്യയായി, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി യേശുനാമത്തിലെ സാക്ഷിയായി ഉയർത്തുന്ന കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, തീരാവേദികളെ, ദുരിതങ്ങളെ, തടസ്സങ്ങളെ യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പോഴ് സുഖീന ടി വിയിൽ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ആശീർവാദം കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് ആശീർവാദം കൊടുത്ത ടി വി പ്രോഗ്രാംസ് പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ വീണ്ടും നമ്മൾ ഉടമ്പടി വിഷയങ്ങളൊക്കെ വെച്ച് അച്ഛൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വീണ്ടും പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. കർത്താവേ, ഉടമ്പടി ചെയ്ത ഓരോ മകളെ ഉടമ്പടി നിയോഗങ്ങളുടെ മേല് ഈ ശുശ്രൂഷ കണ്ട് ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എഴുന്നേൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. കുടുംബസമാധാനം ഇല്ലാത്തവരുണ്ട്, വലിയ തകർച്ചയിലുള്ള കുടുംബങ്ങളുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയാണ്. തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടു പോയ മക്കളുണ്ട്. അവരെക്കുറിച്ച് വ്യവലാതി തീ തിന്നുന്ന മാതാപിതാക്കന്മാരുണ്ട്.